നിങ്ങൾക്ക് കേരള സിലബസിൽ ആപ്റ്റായി കറക്റ്റായി ഓക്കെ എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് ആയിട്ട് വരുന്നത് കേരള സിലബസ്. പിന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് വേണ്ടത് അതും ഞങ്ങൾ കൊടുക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളിലേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലീസ്റ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് 0 കോസ്റ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ചിൽഡ്രൻ. നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എവിടുന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യാം. ഹലോ മക്കളെ, എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്താ മാം സുഖം എന്നൊക്കെ പറയുന്നേ? ഞങ്ങൾക്ക് എക്സാമിൻ്റെ ടെൻഷനിലായിരിക്കുന്നത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്നത്. കാരണം 12th എക്സാം വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കീമിന് നോക്കുകയാണെങ്കിൽ കീം എക്സാമും ഓൾമോസ്റ്റ് ഏപ്രിൽ ലാസ്റ്റ് വരും. നിങ്ങളാണെങ്കിൽ എവിടെയാണ് നിൽക്കണേ, എന്താ പറയുക, ഇനി എന്തൊക്കെ ചെയ്യണ്ടേ എന്ന് പോലും അറിയാത്ത നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഒരുപാട് പേര്. ചിലവർ പ്രീ പ്ലാൻ ചെയ്ത്, ചിലവർ അതൊക്കെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ എന്തുമായിട്ട് വന്നിരിക്കുന്നത്? ഫിസിക്സ് വാല കേരളത്തിൽ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഫൗണ്ടേഷൻ ചാനൽസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഞാൻ കുറേ കമൻസ് കണ്ടു. ഞാൻ അതിൻ്റെ ഇടയിൽ കമൻസ് നോക്കുമ്പോൾ മാം +1 +2 തുടങ്ങുന്നു, CBSEക്ക് തുടങ്ങുമോ, അതേപോലെ നീറ്റിന് കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പം അതാണ് മക്കളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഫിസിക്സ് വാല +2ഉം കീമും ചേർന്നിട്ടുള്ള ചാനൽ. ഇനി നിങ്ങൾക്ക് വഴിയെ വേറെ കുറേ ചാനൽസ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യാൻ. ഞങ്ങളിങ്ങനെ അണിയറയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് സാവകാശം തരണം. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ അണിയറയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് ഈ ചാനലിന്റെ വിഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിസിക്സ് വാല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു എന്താ പറയുക വലിയൊരു ഒരു എന്താ പറയുക, അതിനിപ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ പറയേണ്ടത് ദൈവമേ, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിയാണ്, റൈറ്റ്. സോ ഫിസിക്സ് വാല കേരളത്തിലേക്ക് ഇതുവരെ ഒരു ചാനലോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവരുടെ ആക്സസിബിലിറ്റി കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഫൗണ്ടേഷൻ ചാനൽസ് ഇപ്പോൾ 9th 10th ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ +2 കീം എന്ന് പറയുന്ന ചാനലാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഈ ചാനൽ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കേരള സിലബസിൽ ആപ്റ്റായി കറക്റ്റായി ഓക്കെ എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫോക്കസ് ആയിട്ട് വരുന്നത് കേരള സിലബസ്. പിന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് വേണ്ടത് അതും ഞങ്ങൾ കൊടുക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഫസ്റ്റ് ഞങ്ങളുടെ എന്താ പറയുക ഫിസിക്സ് വാല ഒരു +2 കീം എന്ന് പറയുന്ന ഒരു ചാനൽ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങളുടെ മേജർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മേജറായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിനാണ്. നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കീമിൻ്റെ കോച്ചിങ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 12th കോച്ചിങ് ആയിക്കോട്ടെ, 12th നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആവശ്യം, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ലാഗ് ആവുന്നത്, നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, അതൊക്കെ നോക്കി സെൻട്രലൈസ്ഡ് ആയിട്ട് ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ ചാനൽ നിങ്ങളുടെ അടുത്തേക്ക്, ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, each of our classes includes detailed concept explanation, Kerala syllabus based structured teaching. സോ നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ എന്താ പറയുക ഒരു കേരളത്തിലെ സിലബസിനോട് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലേണിങ്സ് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം CBSEയും കേരള സിലബസും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചില ടോപ്പിക്സ് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കീമിനെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ആ ടോപ്പിക്സ് ഡിലീറ്റഡ് അല്ല, ടോപ്പിക്സ് ആഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരും. സോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതാണ്. അതേമാതിരി കീം ഓറിയൻറ്റഡ് ആണ് MCQs. മക്കളെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നീ ഒരുപാട് പേര് എഞ്ചിനീയറിംഗ് ഇപ്പോൾ നമുക്ക് JEE എന്ന് പറയുന്നത് അല്ലാതെ ഇന്ത്യയിൽ ഓൾ ഓവർ അല്ലാതെ കീമിനെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, റൈറ്റ്. കീം, നീറ്റ്, JEE, റൈറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ആദ്യം നിങ്ങൾ കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, നിങ്ങൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, എന്നിട്ട് JEEൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. സോ കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, കീം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് MCQs നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സസിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ പ്രീവിയസ് ഒരു 5 to 10 ഞങ്ങൾ ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് വരാൻ പോകുന്നത്. നമ്മളൊരു 5 വർഷത്തെ പഴയ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ
പേപ്പർ എടുത്ത് അത് അനലൈസ് ചെയ്ത് അതിൻ്റെ MCQs ക്രിയേറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് പ്രാക്ടീസ് സെഷൻസ് വിൽ ബി ദ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആൻഡ് ഫോർമുല റിവിഷൻ. നിങ്ങൾക്കറിയാം ഒരു പെർട്ടിക്കുലർ നമുക്കിപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എക്സാം ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ഒരു പകുതിയല്ലോ ഇങ്ങനെ മുക്കാൽ ഭാഗത്തുമ്പോഴാണ് നമുക്ക് കീമിനെ കുറിച്ചുള്ള ഐഡിയാസ് വരിക. സോ കീമിനെ കുറിച്ചുള്ള ഐഡിയാസ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു വിധം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും എല്ലാം നിങ്ങൾക്ക് വീണ്ടും ബുക്ക് എടുത്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് റിവിഷൻ നോട്ട്സ് വേണം, ഫോർമുല ഷീറ്റ്സ് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ഫിസിക്സ് വാല കേരളയിലുള്ള +2 കീം ചാനൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. സ്ട്രാറ്റജിക് എക്സാം ഗൈഡൻസ് ആൻഡ് ടിപ്സ്. ഓഫ് കോഴ്സ് യു ഗൈസ് നീഡ് ദാറ്റ് റൈറ്റ്. നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണം, നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണം. അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ഫിസിക്സ് വാല നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഓർഗനൈസ് ആയി, എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട്, എല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. ഇനി എനിക്കറിയാം നിങ്ങൾക്ക് എന്താ പറയാ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെ മാം ഇതെല്ലാം കൂടി ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഫിസിക്സിനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ വേവ്സ് ആൻഡ് ഇക്വേഷൻസ് വരും, കുറേ ഡെറിവേഷൻസ് വരും. ഫിസിക്സിൽ ഒരുപാട്, എനിക്ക് ഫിസിക്സ് വലിയ കാര്യത്തിൽ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് ഗൈസ്. കെമിസ്ട്രി വരുമ്പോൾ അങ്ങനെയാണ്, ഇൻഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി ഒരുപാട് ഡിഫിക്കൽട്ടാണ്. മാത്സ് വരുമ്പോൾ അത് അതിലും മേലെ അല്ലേ? സോ ഇതെല്ലാതും നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഈസി വേയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഓക്കെ ഇതാണ് സംഭവം എന്ന് ഗ്രാസ്പ് ചെയ്യാൻ തരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന പ്രോമിസ് ആണ് ആസ് ഫിസിക്സ് വാല കേരള നമ്മുടെ +2 കീം ചാനൽ. നിങ്ങൾക്ക് ഞാൻ കുറെ പറഞ്ഞു, ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു പ്രോമിസ് ആയിട്ട്, അല്ലെങ്കിൽ പ്രോമിസ് വി ടീം, അതായത് ഫിസിക്സ് വാല ടീം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഒരു ബിഗ് ഹ്യൂജ് ടീം എന്നതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു പ്രോമിസ് ആണ് നിങ്ങൾ മക്കളിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ റെഗുലർ കണ്ടന്റ് അപ്ഡേറ്റ്സ്, ഏത് കണ്ടന്റിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ഡിലീറ്റ് ആവുക, ആഡ് ആവുക, അങ്ങനെ എന്തുണ്ടെങ്കിലും കണ്ടന്റ് അപ്ഡേഷൻ ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നതാണ്. അതേമാതിരി ഓഫ് കോഴ്സ് ഹോണസ്റ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ്. സോ ഞാൻ മാത്രമല്ല, ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ടു നോ ദാറ്റ്. സോ ഞാൻ മാത്രമല്ല, നമുക്കൊരു ബഞ്ച് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ നമുക്കിത് ചെയ്യണം, പിള്ളേർക്ക് നമുക്കൊക്കെ ഇത് കൊടുക്കണം, ഇത് കൊടുത്താൽ നന്നായിരിക്കും, ഈ സോഴ്സ് എടുത്താൽ നന്നായിരിക്കും, ഈ ചാപ്റ്റർ ആണ് നമുക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ക്ലിയർ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ. ആൻഡ് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗൈഡൻസും കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ എൻഷുർ ചെയ്യുന്നതാണ്. അതേമാതിരി എല്ലാം ഇവിടെ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ചിലപ്പോൾ മാരത്തോൺസ് വരും, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് സെഷൻസ് വരും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡഡ് സെഷൻസ് വരും. അതെല്ലാതും കംപ്ലീറ്റ്ലി എക്സാം ഓറിയന്റഡ് ആയിരിക്കും. ഫ്രം ദ സ്ക്രാച്ചിലിരുന്നായിരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ചാനലൊന്നും അല്ല, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഫോർ ദി എഡ്യൂക്കേഷൻ, ടു ദി പീപ്പിൾ അല്ലെങ്കിൽ ടു ദി സ്റ്റുഡൻസ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് നോട്ട് എ ചാനൽ. ഇത് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ദർ ഇസ് എ ലോട്ട് ഓഫ് ഹാൻഡ്സ് ടുഗെദർ. അവരെല്ലാവരും കൂടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഫിസിക്സ് വാല മലയാളം അല്ലെങ്കിൽ കേരള ചാനൽ എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലീസ്റ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് 0 കോസ്റ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ചിൽഡ്രൻ. നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എവിടുന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ. ഓക്കെ എടാ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടടാ, നീ പോയി നോക്കി നോക്കി, നിനക്ക് ആ കണ്ടന്റ് ഇഷ്ടമാവും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബിക്കോസ് ലെറ്റ് ദം ഓൾസോ സ്റ്റഡി. പഠിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന ഒരു സാധനമാണ് അല്ലേ? സോ ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ ആൻഡ് കീപ് വാച്ചിങ്, കീപ് വെയിറ്റിംഗ്. ലൈക്ക് നമ്മളിനി ഒരുപാട് ബിഗ് കണ്ടന്റ്സ്, ഒരുപാട് നല്ല ചാപ്റ്റേഴ്സ് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.